ഹായ്, എല്ലാവർക്കും സാജൻ പൈനാപ്പിൾ ആൻഡ് ട്രാവൽ വീഡിയോസിലേക്ക് ഒരു എക്സ്ക്ലൂസീവ് വീഡിയോയിലേക്ക് നമ്മുടെ നാട്ടിൽ അന്യമായിരിക്കുന്ന അല്ലെങ്കിൽ അപരിചിതമായിരിക്കുന്ന ഒരു കൃഷിയുടെ വീഡിയോയിലേക്കാണ് നിങ്ങൾ ക്ഷണിക്കുന്നത്. നിങ്ങൾക്ക് അത്ര ബോറടിക്കാൻ സാധ്യതയുള്ളൊരു വീഡിയോ അല്ല. നമ്മളെല്ലാവരും നമ്മുടെ നാട്ടിലെ കടകളിൽ പോയി കഴിക്കുന്ന ഒരു പഴത്തിൻ്റെ വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത്. അതിനു മുമ്പ് നമുക്ക് പറയേണ്ട മറ്റ് പ്രധാനപ്പെട്ടൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഞാനിരിക്കുന്ന ഈ തറ ആന്ധ്രാപ്രദേശിലെ കർണാടക ബോർഡറിൽ നിന്ന് 75-നും 85-നും ഇടയ്ക്ക് ദൂരമുള്ള തടിപ്പട്രി TADIPATRI തടിപ്പട്രി എന്ന ഒരു ഉൾനാടൻ ഗ്രാമത്തിലെ എന്നാൽ ഒരു ചെറിയ സിറ്റി. നമ്മുടെ കല്ലൂർക്കാടും മൂവാറ്റുപുഴയും പെരുമ്പാവൂരും പോലുള്ള വ്യത്യാസം, കുറുപ്പുംപടിയും പെരുമ്പാവൂരും വ്യത്യാസമില്ല. അതുപോലെ കുറുപ്പുംപടിയും മൂവാറ്റുപുഴയും വ്യത്യാസമില്ല, മൂവാറ്റും കല്ലൂർക്കാടും വ്യത്യാസമില്ല. അതുപോലെ കല്ലൂർക്കാട് പോലത്തെ ഒരു കൊച്ചു ഗ്രാമം. ആ ഗ്രാമത്തിൽ ഞങ്ങളിരിക്കുന്ന ഈ തറയുടെ ഈ പുറകുവശത്ത് ഒരു അപൂർവ കാഴ്ച കണ്ട് ഞങ്ങൾ വണ്ടി നിർത്തിയതാണ്. അതിനു വേണ്ടിയൊന്നും അല്ല, വേറെ ചില കാഴ്ചകൾ കാണിക്കാനുണ്ട്. ഒരു ആര്യവേപ്പ് മുത്തച്ഛനോട് ചേർന്ന് ഒരു അരയാലിങ്ങനെ വഴിയാണ്. നോക്ക്, ആര്യവേപ്പ് മുത്തച്ഛനോട് ചേർന്നാണ് ആ അരയാൽ ചേർന്ന് വരുന്നു. അവിടെ ഏതോ ഒരു ഭസ്മമൊക്കെ കുത്തി അതിനൊരു അമ്പലമാക്കിയോ, അല്ലെങ്കിൽ ഇവിടെ ഈ അരയാലിനും പേരാലിനും നമ്മുടെ നാട്ടിലുള്ള ആ ഒരു ഓക്സിജൻ ശുദ്ധീകരിക്കുന്ന ആ ഒരു പ്രക്രിയ പോലെ ഇത് കണ്ടാണ് ഞങ്ങളിവിടെ ഇരുന്നത്. ഒന്ന് റെസ്റ്റ് ചെയ്യാൻ ഇരുന്നതാണ്. അപ്പോഴാണ് നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട കാഴ്ച നിങ്ങളെ കാണിക്കണം, ഒന്ന് അറിയിക്കണം, ഒന്ന് പറയണം എന്ന് കരുതി ഈ വീഡിയോ ഇവിടെ ചെയ്യാനുള്ള കാരണം. ഹായ്, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എന്ത് വൃക്ഷത്തിൻ്റെ ചോട്ടിലാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? കീപ്പോട്ട് നോക്കി കാണിച്ചല്ലാതെ അടിഭാഗം ഇതെന്ത് വൃക്ഷമാണെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയില്ല, അസാധ്യമാണ്. നമ്മുടെ നാട്ടിൽ വടക്കേ ഇന്ത്യയിൽ ചിക്കു എന്നറിയപ്പെടുന്ന, നമ്മുടെ സബോട്ട എന്നറിയപ്പെടുന്ന സബോട്ട തോട്ടമാണ് ഈ കാണുന്നത്. അങ്ങ് കിടക്കുകയാണ്, അങ്ങോട്ട് കിടക്കുകയാണ്. ഈ സബോട്ട തോട്ടത്തിൽ നിന്ന് ഞാൻ ആ വീട്ടിലുള്ള അദ്ദേഹത്തോട് അനുവാദം വാങ്ങിച്ച് ഇവിടെ വന്നിരുന്ന് കാണാനും ആ പ്രിപ്പറേഷനൊക്കെ ഒന്ന് കണ്ട് ഞാനൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ വന്നപ്പോൾ അന്വേഷിച്ചു, ഇതെന്താണ് ഇങ്ങനെ എല്ലാം ചോട്ടിൽ നിന്ന് ഇങ്ങനത്തെ എടുത്ത് ഇങ്ങനെ എല്ലാം ഒരു കുട പോലെ, മുത്തുക്കുട പോലെ ഇങ്ങനെ വന്നത് എങ്ങനെയാണ്? അങ്ങനെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, എല്ലാ മരങ്ങളും ഇത്രയും പൊക്കമാകുമ്പോൾ ഇങ്ങനെ തല മുറിച്ച് നിർത്തിയതിന് ശേഷം ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വളർച്ചയുടെ 5 വർഷത്തിനുള്ളിലുള്ള ഘട്ടത്തിൽ മാത്രമേ ഈ മുറിക്കലുള്ളൂ. ഈ 5 വർഷത്തെ മുറിക്കലിന് ശേഷം മുറിച്ച് കഴിഞ്ഞ് എല്ലാ വർഷവും ഒരു ട്രാക്ടർ ഇതിലൂടെ ഓടിക്കാൻ പാകത്തിനുള്ള ഒരു അകലം അല്ലെങ്കിൽ ഒരു പൊക്കം ആ മുറിച്ച കഷ്ണത്തിന് ഉണ്ടായതിന് ശേഷം പിന്നെ ഇതിങ്ങനെ വിട്ടേക്കണം. അപ്പോൾ ഇങ്ങനെ ഒന്നിൽ നിന്ന് പടർന്ന് എല്ലാ ഭാഗത്തേക്കും ഇതിങ്ങനെ നിൽക്കും. അപ്പോൾ ഇതിന് അത്ഭുതകരമായ കാഴ്ചയാണല്ലോ. ഇങ്ങനെ ചെയ്തതിന് സ്ഥലമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടുന്ന് ഒരു 10-20 കിലോമീറ്റർ അപ്പുറത്ത് ഗൂട്ടി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ നിന്നാണ് ഈ ബുദ്ധി അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നത്. അവിടെ ഇങ്ങനെ മുറിച്ചിപ്പ് നിർത്തിയിട്ടുണ്ട് 5 വർഷം പ്രായമായത്. നമ്മുടെ നാട്ടിൽ സബോട്ട വയ്ക്കുമ്പോൾ ആ സബോട്ടയ്ക്ക് 2 കായ് ഇവിടെ ഉണ്ടാവും, ഒരു അപ്പുറത്തുണ്ടാവും. ഇതെന്ത് വൃക്ഷം നമ്മൾ ഓർക്കും? ആ സബോട്ട കുല കുത്തി തഴച്ചു വളരുവാൻ അവർ ചെയ്ത ആ ബുദ്ധിയിലേക്കാണ് എൻ്റെ വീഡിയോ നിങ്ങളെ ഇന്ന് ആനയിക്കുന്നത്. ആ മുറിച്ച് നിർത്തിയ ട്രാക്ടർ കൊണ്ട് ഇതെല്ലാ വർഷവും ഇവിടെ ഉഴുതുകൊണ്ടിരിക്കുന്ന ആ സ്ഥലത്തിൻ്റെ കാഴ്ച നമുക്കൊന്ന് കാണാം. അപ്പോൾ സബോട്ട തുറുത്തു വാഴുന്നത് എങ്ങനെ? തുറുത്തു വാഴാൻ എന്ത് ചെയ്യണം? പടർന്നു നിൽക്കാൻ എന്ത് ചെയ്യണം? പടർന്നു നിന്ന് കഴിഞ്ഞാൽ അതിലൂടെ ട്രാക്ടർ ഓടിച്ചുകൊണ്ട് പോയിട്ട് എല്ലാ വർഷവും അതിന് പടർത്തി അതിൻ്റെ ചോടിലെ വേരിളക്കുന്നത് എങ്ങനെ, അതെങ്ങനെ വെട്ടി നിർത്തിയിരിക്കുന്നു എന്നുള്ള ആ കാഴ്ച കാണാൻ ഞങ്ങൾ
ഊട്ടി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് 25 കിലോമീറ്റർ ആദ്യമെടുത്ത സ്ഥലത്ത് നിന്ന് എത്തിയ ആ കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണിക്കാൻ പോകുന്നത്. ക്യാമറ ഇങ്ങോട്ട് ഇതാണ്. 5 വർഷം വരെ ഇങ്ങനെ വെട്ടി നിർത്തി. 1-ാം വർഷം, 2-ാം വർഷം, 3-ാം വർഷം, 4-ാം വർഷം, 5-ാം വർഷം വെട്ടി നിർത്തി. ഈ 5 വർഷം വെട്ടിക്കഴിഞ്ഞപ്പോൾ നല്ല കടക്കട്ടി ഉണ്ടായിക്കഴിഞ്ഞു. ഇതിഞ്ഞ് വെട്ടുന്നില്ല എന്നവർ പറഞ്ഞത്. കാരണം ഇതിഞ്ഞ് വീണ്ടും ഇങ്ങനെയാവും, ട്രാക്ടർ കയറിപ്പാനുള്ള സ്പേസായി. അവർ ഉഴുതു പോയിരിക്കുന്നു. ഇത് ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ആ ആൾക്കാർ ഉഴുതങ്ങ് പോയേ ഉള്ളൂ. ഇപ്പോൾ ഒരു അരമണിക്കൂർ മുമ്പ് വരെ. അപ്പോൾ ഇത് ഉഴുത് കഴിഞ്ഞിട്ടായിക്കോട്ടെ എന്ന് കരുതി കഴിഞ്ഞപ്പോൾ അവർക്ക് വഴക്കുണ്ടാക്കിയെങ്കിലും അവർ വഴക്ക് പറയാണ്ടിരുന്നെങ്കിൽ മറ്റൊരാളുടെ സ്ഥലമാണല്ലോ, നമ്മളങ്ങോട്ട് കയറണ്ടാന്ന് കരുതി അവർ പോകുന്നവരെ കാത്തിരിക്കുകയായിരുന്നു. ഇപ്പം അങ്ങ് പോയേ ഉള്ളൂ. ഇപ്പോൾ ഈ പ്രദേശത്തേക്ക് നോക്കിയേ, കണ്ടോ? ഇത് സപ്പോട്ട വെട്ടി നിർത്തിയതിന് ശേഷം സപ്പോട്ടയുടെ ചോട്ടിൽ നിന്ന് ഓരോ മീറ്റർ അകലത്തിൽ ആ പഴയ മണ്ണിൻ്റെ മെയിൻ വേരും ട്രാക്ടറിൻ്റെ ഓടി നശിക്കാതെ ബാക്കി സ്പേസ് മൊത്തം പൊല്ലവേരുകൾ ഇങ്ങനെ ഇളക്കി ഉഴുത് അവിടെ വിരിച്ചിരുന്ന സ്പ്രിംഗ്ലെയറിൻ്റെ പൈപ്പുകൾ, അതായത് ഡ്രിപ്പ് ഇറിഗേഷൻ പൈപ്പുകളൊക്കെ മാറ്റി ഇത് വീണ്ടും സെറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഇത് വീണ്ടും സെറ്റ് ചെയ്യും. ഇതല്ല, എല്ലാ വർഷവും ഇങ്ങനെ ഇത് ഊരെടുക്കും, പിന്നെ സെറ്റ് ചെയ്യും, പിന്നെ കളയ്ക്കും. 5 വർഷം ഇങ്ങനെ വെട്ടി നിർത്തി കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സിൽ കാണുന്നത് അങ്ങേറ്റത്ത് നിൽക്കുന്ന സപ്പോട്ട പോലെ ഇതാവും. തുറുത്ത് സപ്പോർട്ടൊക്കെ ഉണ്ടാവും. ഒരു സപ്പോർട്ടൊക്കെ ഒരു സപ്പോർട്ട മരത്തിന് 100 മുതൽ 250-300 കിലോ വരെ കിട്ടുന്ന സപ്പോർട്ട ഞങ്ങൾ കാണുകയുണ്ടായി. ഈ തോട്ടത്തിലും ഇങ്ങനെയാണ്. ഞങ്ങൾ അന്ന് കാണിച്ച ഈ സ്ഥലത്തിൻ്റെ അടുത്ത് ചേർന്ന് ഇവിടെയും ഉണ്ട് തോട്ടങ്ങൾ, സപ്പോർട്ട തോട്ടം. കണ്ടോ? പടർന്ന് പന്തലിച്ച് നിലയില്ലാതെ കിടക്കുന്നത് കണ്ടോ? അപ്പോൾ ഞങ്ങൾ അവിടെ കണ്ട കാഴ്ചയല്ല ഇവിടെ കാണുന്നത്. എങ്ങനെയാണ് ഇങ്ങനെ കാണിച്ചാൽ ഇങ്ങനെ വരുന്നതെന്നാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. സാജൻ പൈനാപ്പിൾ ആൻഡ് ട്രാവൽ വീഡിയോസിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ, നോട്ടിഫിക്കേഷൻ ചെയ്യാൻ മറക്കരുത്. ഗുഡ് ബൈ. നല്ല വീണ്ടും മടങ്ങി വരാം.